കുളിമുറിയിലെ ലൈറ്റ് ഇന്നലെ രാത്രി മുഴുവൻ കത്തിക്കിടന്നല്ലോ. ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. മോനെ, നിനക്കറിയോ, 1 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാൻ 600 ലിറ്ററിലധികം വെള്ളം വേണം. 600 ലിറ്ററോ? തെറ്റ് ചെയ്താൽ ശിക്ഷ വേണ്ടേ? 600 ലിറ്റർ വെള്ളം തലച്ചുമടായി ഏതെങ്കിലും അണക്കെട്ടിൽ കൊണ്ടൊഴിക്കണം. എന്താ, നിനക്ക് കഴിയോ? അച്ഛാ, ഹേ മനുഷ്യ, നിന്റെ കഷ്ടപ്പാടുകൾ ഞാൻ അറിയുന്നു. ഇവിടെ ദേവലോകത്ത് അഗ്നിയുടെ പ്രഭാവത്താൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമ്പോൾ നീ പച്ച മാംസം കഴിച്ചും കൊടും തണുപ്പിൽ വിറച്ചും കഴിയുന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു. അമ്മേ, കറണ്ട് പോയി, വിളക്ക് കത്തിക്ക്. ദേവലോകത്തിന്റെ സകല നിയമങ്ങളെയും വിലക്കുകളെയും ലംഘിച്ച് ഞാനിതാ നിനക്കായി അഗ്നി സമ്മാനിക്കുന്നു. നിനക്കും നിന്റെ വരും തലമുറയ്ക്കും വേണ്ടി നീ ഇത് സ്വീകരിക്കുക. ഓർക്കുക, സർവ്വ ഐശ്വര്യങ്ങളുടെയും താക്കോലാണിത്. ദേവാദിദേവനായ എന്നെ ഈ സിയോസിനെ ധിക്കരിച്ചവൻ ആരുടെ ആ ധിക്കാരിയെ ഹാജരാക്കൂ. മഹാനായ സിയൂസ്, ഞാൻ ചെയ്ത അപരാധം എന്ത്? നീ നമ്മെ ധിക്കരിച്ചു. ഒരു ഭൈമീ കാമുകൻ. ഈ ഭൂമിയിലെ കൃമികീടങ്ങളായ മനുഷ്യർക്ക് നീ അഗ്നിയെ, ഊർജത്തെ പ്രദാനം ചെയ്തു. നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും. ഊർജം മനുഷ്യ വിമോചനത്തിന്റെ മന്ത്രം. നന്മക്കായുള്ള അങ്ങയുടെ ശിക്ഷ എത്ര കടുത്തതാണെങ്കിലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാർ. ഈ കരിമ്പാറ കെട്ടുകളിൽ ബന്ധിതനായി 30,000 വർഷം നീ കിടക്കും. ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രകാശം വരെ നെഞ്ചകം കൊത്തിപ്പിളർന്ന് ഹൃദയരക്തം കുടിച്ച് കരൾ കൊത്തിയെടുക്കാൻ കഴുകന്മാർ വന്നെത്തും. പിറ്റേന്ന് പ്രഭാതത്തിൽ കരൾ പൂർവസ്ഥിതി പ്രാപിക്കും. ഇത് 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 തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ. കെടാതെ കരുതലോടെ ഉപയോഗിക്കുക. ആളിക്കത്തിച്ച് സർവനാശത്തിലേക്കുള്ള വഴി തുറക്കരുത്. ഇപ്പം ജൈവമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് ഏതാണ്? നമുക്കറിയില്ലേ? സൗരോർജ്ജം അല്ലേ? സൗരോർജ്ജമാണ് നമ്മുടെ ജൈവമണ്ഡലത്തിലെ പ്രധാന ഊർജ്ജ സ്രോതസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഊർജ്ജ സ്രോതസ്സുകൾ പ്രകൃതിയിൽ തന്നെയാണ് ലഭ്യമാകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പ്രകൃതിയിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും മറ്റൊന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്നും. എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ? എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി തുടങ്ങിയ ഖനിജ ഇന്ധനങ്ങൾ. പ്രകൃതിവാതകത്തിന് എണ്ണ എന്ന് പറയുന്നതിൽ നിന്നാണ് നമ്മൾ പെട്രോൾ, ഡീസൽ തുടങ്ങിയ വിമാന ഇന്ധനം തുടങ്ങിയ എല്ലാ ഇന്ധനങ്ങളും വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പാരമ്പര്യ ഊർജ്ജ രൂപങ്ങളിൽ ഇപ്പോൾ ഇതിന് പുറമെ വളരെ അധികം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഇപ്പോഴും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഊർജ്ജ രൂപമാണ് എന്ത്? ആണവ ഊർജ്ജം. ഇപ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ താപോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വൻതോതിൽ പുറത്തു വരുന്ന താപോർജ്ജത്തെ നാം ജലം നീരാവിയാക്കി മാറ്റി അതിനെ ടർബൈൻ ഉപയോഗിച്ച് ആ നീരാവിയുടെ ശക്തി ടർബൈനുകളെ കറക്കി വൈദ്യുതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ ന്യൂക്ലിയർ റിയാക്ടറുകളും ന്യൂക്ലിയർ ഫിഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യ ലോകത്ത് പരീക്ഷണഘട്ടത്തിലാണ്. അത് ഒരു പൂർണ്ണമായും വിജയിച്ച ഒരവസ്ഥയിലല്ല ഇന്നുള്ളത്. ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ പുറത്തു വരുന്ന ന്യൂക്ലിയസുകളെ
ന്യൂട്രോണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു റിയാക്ടറുകളിൽ നടക്കുന്നത് നിയന്ത്രണ വിധേയമായ ചെയിൻ റിയാക്ഷനാണ് നടക്കുന്നത്. നിയന്ത്രണം വിധേയമല്ലാതെ ചെയിൻ റിയാക്ഷൻ ഒരു ആറ്റം ബോംബിൻ്റെ പ്രവർത്തനമാണ് ചെയ്യുക. നിയന്ത്രണ വിധേയമായ ചെയിൻ റിയാക്ഷൻ മാത്രമേ നമ്മുടെ വൈദ്യുത ഉൽപ്പാദനത്തിനൊക്കെ ഉപയോഗിക്കുവാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ഈ ഖനിജ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജ രൂപങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് കേരളത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ഊർജ്ജ രൂപം എന്തുമാത്രമാണ്? ഈ ജലവൈദ്യുത പദ്ധതി മാത്രമാണ്. ജലവൈദ്യുത ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാം. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 75% ഇപ്പോൾ നമ്മൾ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ജലവൈദ്യുതി പദ്ധതികൾ നമ്മുടെ നദികളിൽ നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ അണ കെട്ടിക്കൊണ്ടാണ് ഈ ജലവൈദ്യുത ഉൽപ്പാദനം നടത്തുന്നത്. ഇങ്ങനെ അണ കെട്ടുന്നത് മൂലം നമ്മുടെ മഴക്കാലത്ത് ലഭിക്കുന്ന മഴവെള്ളം വളരെയധികം സംഭരിക്കുവാനും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, വെള്ളപ്പാച്ചിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനും ഈ അണക്കെട്ടുകൾ വളരെ ഉപകാരപ്രദമായിട്ടാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വേനൽക്കാലത്തുള്ള ജലസേചനത്തിനും കുടിവെള്ളത്തിനും നമ്മൾ ഇത്തരത്തിലുള്ള അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ഒരു സംസ്ഥാന പദവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ആവശ്യപ്പെടുന്ന ഏതൊരാൾക്കും വൈദ്യുതി നൽകുക, എല്ലാവർക്കും വൈദ്യുതി എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതോടൊപ്പം തന്നെ കേരളത്തിലെ നമ്മുടെ രാജ്യത്ത് തന്നെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വൈദ്യുതി താരിഫ് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. ഈ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വൈദ്യുതി ഡിമാൻഡ് അനുസരിച്ചുള്ള ഒരു ഉൽപ്പാദനം നമുക്ക് ഇപ്പോൾ നിലനിർത്തി കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. പുതിയ ജലവൈദ്യുത പദ്ധതികളോ മറ്റോ താപ വൈദ്യുത നിലയങ്ങളോ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും കുറവ് ചിലവ് കൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതി നിലയങ്ങളാണ് ജലവൈദ്യുത പദ്ധതികൾ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി. ഈ ചാലക്കുടി റിവർ ബേസിനിൽ വരുന്ന മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി. ഷോളയാർ, പെരിങ്ങൽകൊത്ത് എന്നീ 2 ജലവൈദ്യുത പദ്ധതികൾക്ക് താഴെയായിട്ടാണ് അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. 163 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള 2 ജലവൈദ്യുത പദ്ധതി നിലയങ്ങളായിട്ടാണ് ഈ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ ഈ പദ്ധതിക്കെതിരെയുള്ള അഭിപ്രായം സ്വരൂപിക്കാനായിട്ട് അവിടുത്തെ പരിസ്ഥിതിവാദികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾക്കും സാധിച്ചത്. അതേസമയം നമ്മുടെ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുകയുള്ളൂ എന്നുള്ള തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതി വരികയാണെങ്കിൽ 163 മെഗാവാട്ടാണ് നമുക്ക് ഈ പദ്ധതി മൂലം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ സമയത്ത് ഈ പീക്ക് സമയത്ത് അനുഭവപ്പെടുന്ന ലോഡ് ഷെഡിങ് അതുപോലെ തന്നെ നമ്മൾ ഇനിയും പവർ കട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പദ്ധതികളുടെ ആവശ്യകത നമ്മൾ കണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി നമ്മൾ ഇന്ന് ഈ വൻകിട ജലവൈദ്യുത പദ്ധതികളെ മാത്രം ആശ്രയിച്ച് ചെയ്താൽ പോരാ, പകരം നമ്മൾ കൂടുതൽ പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങളിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മറ്റ് സ്രോതസ്സുകൾ, ഖനിജ ഇന്ധനങ്ങളല്ലാത്ത സ്രോതസ്സുകളിലേക്ക് തിരിയണം. പ്രതീക്ഷിച്ച തുലാവർഷം ലഭിക്കാത്തതിനാൽ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പും മെച്ചമല്ല. വൈദ്യുതി ബോർഡിന്റെ ഏറ്റവും വലിയ സംഭരണ ഡാമായ ഇടുക്കിയിൽ ആകെശേഷിയുടെ 72% വെള്ളമേ ഇപ്പോഴുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം സംഭരണശേഷിയുടെ 80%-ലധികം വെള്ളം ഇടുക്കിയിലുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നത്തെ തുടർന്ന് ഇടുക്കിയിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിനായി പരമാവധി വൈദ്യുതി ഉൽപ്പാദനം നടത്തി. സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് പ്രതിദിനം 6 ദശലക്ഷം യൂണിറ്റ് വരെയേ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കൂ. ഇടുക്കിയിലെ ജലം കരുതലായി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ പ്രതിദിന ഉൽപ്പാദനം 14 ദശലക്ഷം യൂണിറ്റ് വരെ ഉയർത്തി. ഇപ്പോൾ 8 മുതൽ 9 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. ഇടമലയാർ, ശബരിഗിരി, മൂഴിയാർ ഡാമുകളിലെ ജലനിരപ്പും കഴിഞ്ഞ വർഷത്തേക്കാൾ താഴെയാണ്. വർദ്ധിച്ചുവരുന്ന പ്രതിദിന വൈദ്യുതി ഉപഭോഗവും ഡാമുകളിലെ താഴ്ന്ന ജലനിരപ്പും KSEBിക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രതിദിന വൈദ്യുതി ഉപഭോഗം കുറയുന്നില്ലെങ്കിൽ വേനൽക്കാലത്ത് സംസ്ഥാനം രൂക്ഷമായ പ്രതിസന്ധി നേരിടും. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി മഴ ലഭിക്കണം.
പ്രതിസന്ധി മറികടക്കുന്നതിന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുകയാണ് ബോർഡിന് മുന്നിലുള്ള മാർഗം. ഇത് ചാർജ് വർധനവിനും വഴിവെച്ചേക്കും. കേരളം കടുത്ത ഊർജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിദിന ഊർജ ഉപഭോഗം 60 ദശലക്ഷം യൂണിറ്റ് കവിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ ഒരു 9 മണി 9:30 മണി വരെയുള്ള സമയത്ത് ഊർജ ഉപയോഗം ഒരു ക്രമവുമില്ലാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി കൈകാര്യം ചെയ്യുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, ഊർജ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ പുതിയ ഉൽപാദന നിലയങ്ങൾ അതിന് ആനുപാതികമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കഴിയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി എത്തിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് കുറെ കൂടി പ്രയാസപ്പെട്ട കാര്യവുമാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് പ്രഥമ പരിഗണന എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഊർജ സംരക്ഷണം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് ഒരു 90-99 ലക്ഷം കണക്ഷനുകളുണ്ട്. ഈ കണക്ഷനുകളിൽ ഏതാണ്ട് ഒരു 60 ലക്ഷം കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ വൈകുന്നേരങ്ങളിൽ അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ബൾബ് ഓഫ് ചെയ്താൽ അതുമൂലമുണ്ടാകുന്ന ഊർജ ലാഭം എന്നത് വളരെ വളരെ വലിയ ഒരു ഊർജ ലാഭമാണ്. ഏതാണ്ട് 360 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ഒരു ബൾബ് ഒരാൾ ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഊർജം 1 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ കിട്ടും. കാരണം കുടുംബത്തിൻ്റെ ഒരു മാസത്തെ കറണ്ട് ബില്ലിൽ അതിന് കണക്കായിട്ടുള്ള കുറവ് വരും. നമ്മുടെ രാജ്യത്തിൻ്റെ ചെലവിൽ, കാരണം ഊർജം കറണ്ട് വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കുന്ന വലിയൊരു തുക ഇത്തരത്തിലുള്ള ഊർജ്ജ സംരക്ഷണ പ്രവർത്തനത്തിലൂടെ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. ഊർജ്ജ സംരക്ഷണം തുടങ്ങേണ്ടത് ഓരോരുത്തരും ജീവനോപാധി പോലെ കൊണ്ടു നടക്കുന്ന അവരവരുടെ ഉപകരണങ്ങളിൽ നിന്നു തന്നെയാവട്ടെ. വീട്ടിനകത്തെ ചുമരുകളിലും തട്ടുകളിലും ഇളം നിറത്തിലുള്ളതോ വെളുത്തതോ ആയ പെയിന്റ് ഉപയോഗിച്ചാൽ മുറിക്കകത്ത് കൂടുതൽ പ്രകാശം ലഭിക്കും. ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഇത് തിരിച്ചറിയാൻ ഇന്ന് മിക്കയിനം ഉപകരണങ്ങളിലും എനർജി ലേബലിംഗ് അഥവാ സ്റ്റാർ റേറ്റിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. 2 മുതൽ 5 സ്റ്റാറുകൾ വരെയുള്ള ഉപകരണങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഇതിൽ കൂടുതൽ സ്റ്റാറുകൾ ഉള്ള ഉപകരണങ്ങൾ കുറവ് വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുവഴി കൂടുതൽ വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ കഴിയും. 60 വാട്ടിന്റെ സാധാരണ ബൾബുകൾക്ക് പകരം CFL ലാമ്പ് ഉപയോഗിച്ചാൽ 14 വാട്ട് വൈദ്യുതി മാത്രമേ ചെലവാവുകയുള്ളൂ. 0 വാട്ട് ബൾബുകൾ എന്ന് പറയപ്പെടുന്ന ബൾബുകൾ യഥാർത്ഥത്തിൽ 0 വാട്ട് അല്ല, 15 വാട്ട് വരെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനു പകരം 1 വാട്ടിന്റെ LED ബൾബുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റിമോട്ട് കൺട്രോളിൽ TV ഓഫാക്കുമ്പോൾ 5 വാട്ട് വൈദ്യുതി നഷ്ടമാകുന്നു. അതിനു പകരം ടിവിയുടെ പവർ ഓഫ് ചെയ്താൽ അത്രയും വൈദ്യുതി നമുക്ക് ലാഭിക്കാം. കമ്പ്യൂട്ടറുകൾ ഓഫ് ചെയ്യുന്നതിന് പകരം സ്റ്റാൻഡ് ബൈയിൽ ഇടുന്നതും വൈദ്യുതി നഷ്ടത്തിന് ഇടയാക്കും. ചാർജർ പ്ലഗിൽ കുത്തിയിടുന്നതും ഇൻഡിക്കേറ്ററുകൾ വെറുതെ ഓണാക്കിയിടുന്നതും ചാർജ് നഷ്ടത്തിന് ഇടവരുത്തും. ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറന്ന് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നതിനു പകരം ഒറ്റത്തവണ തന്നെ ആവശ്യമുള്ള വസ്തുക്കൾ ഒരു പാത്രത്തിലെടുത്താൽ കൂടുതൽ തവണ ഫ്രിഡ്ജ് തുറക്കുന്നത് മൂലമുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഒഴിവാക്കാം. പഴയതും വില കുറഞ്ഞതും ഭാരം കൂടിയതുമായ ഫാനുകൾ അമിതമായി വൈദ്യുതി ഉപയോഗിക്കും. പകരം ഇലക്ട്രോണിക് റെഗുലേറ്ററുള്ള പുതിയ ഫാനുകൾ ഉപയോഗിച്ചാൽ നമുക്ക് വൈദ്യുതി ലാഭിക്കാം. വൈകിട്ട് 6:30 മുതൽ 9:30 വരെയുള്ള പീക്ക് ടൈമിൽ ഇലക്ട്രിക് ഓവൻ, ഇസ്തിരിപ്പെട്ടി, മിക്സി, വാഷിംഗ് മെഷീൻ പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരുന്നാൽ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ കഴിയും. കൂടാതെ ഈ സമയങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ഉപകരണങ്ങളുടെ ആയുസ്സും വർദ്ധിക്കും. മെച്ചപ്പെട്ട തെർമൽ ഇൻസുലേഷനുള്ള AC ഉപയോഗിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തോട്ടും അകത്തോട്ടുമുള്ള വായു സഞ്ചാരത്തിനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുക. 24 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ AC പ്രവർത്തിപ്പിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം.
ദീപാലങ്കാരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ദീപാലങ്കാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ CFL LED ലാമ്പുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. കമ്പ്യൂട്ടർ, പ്രിന്റർ, മോഡം തുടങ്ങിയവ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. വിവിധ തരത്തിലുള്ള ബൾബുകളും അതിൻ്റെ വാട്ട്സും. സാധാരണ 100 വാട്ടിൻ്റെ ഫിലമെന്റ് ബൾബ് 100 വാട്ട്സ്, ഫ്ലൂറസെന്റ് ലാമ്പ് അഥവാ CFL 15 വാട്ട്സ്, സീറോ ബൾബ് 15 വാട്ട്സ്, LED 1 വാട്ട്സ്. ഓരോരുത്തർക്കും ചെയ്യാവുന്ന സംഭാവന ഊർജ സംരക്ഷണ പ്രവർത്തനത്തിൽ നൽകി കഴിഞ്ഞാൽ നമുക്ക് വലിയ തോതിലുള്ള ഊർജം ലാഭിക്കാൻ പറ്റും. മനുഷ്യ പുരോഗതിയിൽ പ്രധാന നാഴികക്കല്ലായി വർത്തിച്ച വ്യവസായവൽക്കരണത്തിന് ശേഷം ഇങ്ങോട്ട് മെച്ചപ്പെട്ട ജീവിതത്തിന് ഒന്ന് കടത്തി പറഞ്ഞാൽ ആഡംബരത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ത്വര തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് പഴമക്കാർ പറഞ്ഞതുപോലെ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാസത്തിൽ 80 രൂപ മിനിമം ചാർജ് വരുന്ന സാധാരണക്കാരന്റെ വീടും 20 ലക്ഷത്തിലധികം വൈദ്യുതി ചാർജ് വരുന്ന മുകേഷ് അംബാനിയുടെ വീടും സ്ഥിതി ചെയ്യുന്നത് ദിവസത്തിൽ 6-7 മണിക്കൂർ പവർ കട്ടുള്ള ഈ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വൈദ്യുതി അത് നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തീർക്കുക എന്നുള്ളതല്ല. മറ്റേത് പ്രകൃതി വിഭവങ്ങളും നാം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുപോലെ ഈ പ്രകൃതി വിഭവങ്ങളൊന്നും തന്നെ നമുക്ക് ആരെങ്കിലും നമ്മുടെ തറവാട്ട് സ്വത്തായിട്ട് നമുക്ക് വീതിച്ചു തന്നിട്ടുള്ളത് അല്ല എന്നും, മറിച്ച് ഇത് നാം ഒരു വലിയ വരാൻ പോകുന്ന ഒരു തലമുറയോട് കടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണെന്നും ആ കടമായി വാങ്ങിച്ചിട്ടുള്ളത് പലിശ സഹിതം അവർക്ക് തിരിച്ചു നൽകേണ്ടതാണ് എന്നുമുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു ബോധ്യത്തിൽ നിന്നും മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ കഴിയുക. വൈദ്യുതി സംരക്ഷണം പോലെ തന്നെയാണ് അതിന്റെ സുരക്ഷയും. അതുകൊണ്ട് വൈദ്യുതിയെ സംബന്ധിക്കുന്ന ഏത് കാര്യത്തിലും ഒരു സുരക്ഷാ ചിന്ത ആവശ്യമാണ്. എല്ലാ വൈദ്യുത സർക്യൂട്ടുകളും വൈദ്യുത പ്രവാഹമുള്ളതായി കാണണം. വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്കും എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അഥവാ ELCBയുമായി ബന്ധമുണ്ടായിരിക്കും. ഒരു അംഗീകൃത വയർമാനെ കൊണ്ട് ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. നനഞ്ഞ കൈകളോടെ സ്വിച്ചിടുന്നത് ഷോക്കടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നനവില്ലാത്ത റബ്ബർ പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നൽകും. ഇടിമിന്നലുള്ള സമയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ടെലിവിഷൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും കേബിളിനെ ടിവിയുമായി ബന്ധിപ്പിക്കുന്ന കണക്ടറുകളിൽ ഒരു കാരണവശാലും സ്പർശിക്കരുത്. കാരണം കേബിളിൽ നിശ്ചിത തോതിൽ വൈദ്യുത പ്രവാഹമുണ്ട്. ഇലക്ട്രിക് ഉപകരണത്തോടൊപ്പം തന്നിട്ടുള്ള കാറ്റലോഗിൽ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുക. വൈദ്യുത ലൈനിന് മുട്ടി നിൽക്കുന്ന മരച്ചില്ലകൾ കമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ പാടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ വൈദ്യുത ബോർഡ് ജീവനക്കാരുടെ സഹായം തേടുക. വൈദ്യുത പോസ്റ്റുകളിലും സ്റ്റേ കമ്പികളിലും സ്പർശിക്കുന്നതും അതിൽ കന്നുകാലികളെ കെട്ടുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. പൊട്ടി വീണ് കിടക്കുന്ന വൈദ്യുതി കമ്പികൾക്കടുത്ത് പോകുവാനോ സ്പർശിക്കുവാനോ പാടില്ല. ഇങ്ങനെ കണ്ടാൽ ഉടൻ വൈദ്യുത ബോർഡ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുക. കേടായ വൈദ്യുത ബൾബുകളും ട്യൂബുകളും മാറ്റുന്നതിന് മുൻപായി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇൻസുലേഷൻ ഇല്ലാത്ത വയറുകൾ, കേടായ സ്വിച്ച് ബോർഡ് എന്നിവ മാറ്റി പുതിയത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക. ട്രാൻസ്ഫോർമറിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ വേലിക്കുള്ളിൽ കടക്കുന്നത് അപകടകരവും ശിക്ഷാർഹവുമാണ്. നമ്മൾ ഇലക്ട്രിക് ഷോക്കോ അതോ മിന്നലാഘാതമായിട്ട് അപകട സ്ഥലത്ത് വെച്ച് ഒരു രോഗിക്ക് കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അപകട സ്ഥലത്ത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ, രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾ അയാളുടെ രക്ഷ, അയാളുടെ സേഫ്റ്റിയെക്കുറിച്ച് നോക്കണം. പ്രത്യേകിച്ച് ഇലക്ട്രിക് ഷോക്ക് ആകുമ്പോൾ രോഗി ഷോക്കടിച്ച വയറിൽ തന്നെ ടച്ചായിട്ടാണോ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉറപ്പുവരുത്തണം. അപ്പം ആദ്യം തന്നെ ആ ഇലക്ട്രിക് സപ്ലൈ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ആദ്യം ചെയ്യേണ്ടതാണ് അത് രക്ഷിക്കുന്ന ആൾ അയാളുടെ രക്ഷ എപ്പോഴും ഉറപ്പുവരുത്തണം. അതിനുശേഷം പിന്നെ നമ്മൾ രോഗിയുടെ പൾസ് നോക്കുക. പ്രധാനമായും നമ്മൾ കഴുത്തിലെ പൾസാണ് നോക്കേണ്ടത്. കാരണം ഇലക്ട്രിക് ഷോക്ക് മിന്നലാഘാതം ഏൽക്കുമ്പോൾ ആദ്യം തന്നെ സംഭവിക്കുന്നത് ഹൃദയം നിൽക്കുകയാണ്.
ശ്വാസതടസ്സത്തിനെക്കാട്ടും മുന്നേ തന്നെ സംഭവിക്കുന്ന ഹൃദയം നിൽക്കുകയാണ്. അപ്പം നമ്മൾ കഴുത്തിലെ പൾസ് നോക്കുന്നു, പൾസ് കിട്ടുന്നില്ല. കഴുത്തിൽ നോക്കാം, നമ്മളെ കയ്യിലെ റിസ്റ്റിൻ്റെ അടുത്ത് നോക്കാം, അല്ലെങ്കിൽ കണങ്കാലിൽ നോക്കാം. പക്ഷേ നമുക്ക് എളുപ്പം മിക്കവാറും നമുക്ക് കഴുത്തിലെ പൾസ് നോക്കുന്നതായിരിക്കും. കഴുത്തിലെ പൾസ് നമുക്ക് കിട്ടുന്നില്ല, രോഗി ശ്വാസം നിലച്ച പോലെ നമ്മൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. അപ്പോൾ രോഗിയുടെ താടി നമ്മൾ കുറച്ച് മുകളിലേക്ക് കുറച്ചിങ്ങനെ ഉയർത്തിപ്പിടിക്കുക. വായിൽ നമ്മൾ വെപ്പ് പല്ലുകളോ വായിൽ അങ്ങനെയോ വല്ല സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റേണ്ടതാകുന്നു. പിന്നെ ഈ താടി നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ മിക്കവാറും നാക്ക് പുറകോട്ടേക്ക് പോയി ശ്വാസനാളം അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കേണ്ടിയിട്ടാണ് നമ്മൾ താടിയല് കുറച്ച് മുകളിലേക്ക് താടി ഉയർത്തിപ്പിടിക്കാൻ പറയുന്നത്. അതിനുശേഷം മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് രോഗിയുടെ വായിൽ നമ്മൾ ശക്തമായി ഊതുക. ഇതാണ് നമ്മൾ ശ്വാസത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക് ഷോക്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരിക, ഈ ശ്വാസം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹൃദയം നിൽക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മാർഗ്ഗം ആദ്യം നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ വയറിൻ്റെ ഈ ഭാഗത്തിന് ജസ്റ്റ് മുകളിൽ ഈ നെഞ്ചിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് നമ്മൾ 2 കൈകളും ചേർത്ത് നെഞ്ചിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മളെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് നമ്മൾ താഴേക്ക് അമർത്തുക, നെഞ്ചിൽ താഴേക്ക് അമർത്തുക. നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ നമ്മളെ ശക്തിയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1.5-2 ഇഞ്ച് വരെ നമ്മൾ നെഞ്ച് താഴേക്ക് അമർത്തേണ്ട ആവശ്യം വരും. ചിലപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ രോഗിയുടെ വാരിയിൽ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. മിക്കവാറും നല്ല ശക്തമായ ഇത് ചെയ്യുന്ന സമയത്ത് വാരിയിൽ പൊട്ടിയെന്ന് വരാം. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമാക്കരുത്. നമ്മൾ 3 മിനിറ്റിൽ ചുരുങ്ങിയത് 3 മിനിറ്റിൽ 1 മിനിറ്റിൽ ചുരുങ്ങിയത് 80 തവണയെങ്കിലും നമ്മൾ ഈ നെഞ്ചത്ത് ഈ അമർത്തുന്ന പ്രക്രിയ ചെയ്യണം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ രോഗിയുടെ കാലിൻ്റെ ഭാഗം കുറച്ചൊരു 30 സെൻറ്റിമീറ്റർ ചുരുങ്ങിയത് ഒരു തലയാണയുടെ ആയിട്ടെങ്കിലും നമ്മൾ കുറച്ച് പൊക്കി വെക്കണം. കാരണം ഏറ്റവും പ്രധാന പ്രശ്നം സംഭവിക്കുന്നത് തലച്ചോറിലെ രക്തോട്ടം നിലച്ചു പോകുന്നതാണ്. തലച്ചോറിനെ നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ തലച്ചോറിൻ്റെ രക്തോട്ടം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളെ തലച്ചോറിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. വെളിച്ചത്തിനും കാറ്റിനും വേണ്ടി ബൾബിനെയും ഫാനിനെയും ആശ്രയിക്കുന്നതിന് പകരം അടച്ചുവെച്ച വാതിലുകൾ തുറന്നു നോക്കൂ. ശുദ്ധമായ കാറ്റും വെളിച്ചവും വീട്ടിനകത്തേക്ക് കയറുന്നില്ലേ? അപ്പോൾ ഊർജ്ജം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. വരാനിരിക്കുന്ന തലമുറ കൂടി നമ്മൾ കരുതി വെക്കണം, വേണ്ടേ? അങ്ങനെ കരുതി വെക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് വേണോ? വളരെ കരുതലോടെ ഉപയോഗിക്കണം, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം, വേണ്ടേ? സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടു, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ബോധ്യപ്പെട്ടാൽ മാത്രം മതിയാ പോരാ, നമ്മൾ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കണ്ടേ? അപ്പോൾ നമുക്കതിന് ഉള്ള ഒരു ശ്രമം ഒരു പ്രതിജ്ഞയോടുകൂടി തുടങ്ങാം. എന്താ തയ്യാറല്ലേ?
ഇപ്പൊ നമുക്ക് ഒരു പ്രതിജ്ഞയല്ല. എല്ലാവരും കൈ മുമ്പിലോട്ട് നീട്ടിപ്പിടിച്ചേ. ഞാൻ എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഐക്യത്തോടും അഖണ്ഡതയോടും കൂടി പ്രവർത്തിക്കുമെന്നും പുരോഗതിയുടെ അടിസ്ഥാനമായ ഊർജത്തെ അമൂല്യമായി കരുതുമെന്നും ഇന്നു മുതൽ ഊർജ സംരക്ഷണ പരിപാടികളിൽ തീവ്രമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഊർജ നഷ്ടം കുറയ്ക്കുവാനും ഊർജ ഉപയോഗം പരിമിതപ്പെടുത്തുവാനും പുതിയ ഊർജ ഉറവിടങ്ങൾ പ്രകൃതിക്ക് അനുയോജ്യമായി ഉപയോഗിക്കുവാനും ഊർജം സംരക്ഷിക്കുവാനും ഞാൻ അതീവ ജാഗ്രത പാലിക്കുന്നതായിരിക്കും. ഇന്നു മുതൽ ഊർജ സംരക്ഷണ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്റെ ദൗത്യമായിരിക്കുമെന്ന് കൂടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. Lights on. ആഗോളതാപനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് സമൂഹത്തിൽ വളരെയധികം ആശങ്ക ഉയർത്തുന്നവയാണ്. ഇത്തരുണത്തിൽ ഊർജത്തിന്റെ മിതവ്യയവും സംരക്ഷണവും പ്രാധാന്യമർഹിക്കുന്നു. 100% സാക്ഷരത അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനം ഊർജ സംരക്ഷണ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇനിയും ഏറെ മുന്നേറേണ്ടതുണ്ട്. സാധാരണ ജനസമൂഹത്തിലെ ഊർജ ഉപയോഗത്തിൽ വൈദ്യുതിക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതിനാൽ തന്നെ വൈദ്യുത സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണുള്ളത്. ഓർക്കുക, കയ്യിലുള്ള ഊർജം കരുതലോടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അടുത്ത യുദ്ധം തന്നെ ഊർജത്തിനു വേണ്ടി ആയിക്കൂടുന്നില്ല.